ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. നോമ്പുകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോമ്പുകാലം മുൻപോട്ട് വയ്ക്കുന്ന പരിവർത്തനത്തിൻ്റെ ശൈലികളിൽ നാം എവിടെ വരെ എത്തി എന്നുള്ള ആത്മപരിശോധനയുടെ നാൾ കൂടിയാണിത്. ഇതിനു നമ്മെ സഹായിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ വായനകളിലൂടെ തിരുസഭ നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ അബ്രഹാം കാണിച്ച വലിയ മനസ്സ് ഇവിടെ ശ്രദ്ധേയമാണ്. 13-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ന്യായങ്ങൾക്കും തർക്കങ്ങൾക്കും മുകളിൽ സഹോദര സ്നേഹത്തിന് സ്ഥാനം നൽകിക്കൊണ്ട് സമ്പത്ത് കൊണ്ടുണ്ടാകാമായിരുന്ന വലിയ ഒരു അപകടത്തെ അബ്രഹാം പടിക്ക് പുറത്തു നിർത്തി. വിട്ടുകൊടുക്കുവാനുള്ള മനസ്സോടെ പാപസാഹചര്യങ്ങളിൽ നിന്നുള്ള അകലം പാലിക്കലാണ് യഥാർത്ഥ നോമ്പിൻ്റെ ചൈതന്യമെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വായന പ്രഭാഷകൻ്റെ പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. സമ്പത്തിൻ്റെ മായിക വലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യാത്മാവിനോടുള്ള ദൈവത്തിൻ്റെ താക്കീതാണ് ഈ തിരുവചനങ്ങൾ. മനുഷ്യൻ്റെ ധനത്തോടുള്ള ആസക്തിയും അത് വരുത്തി വയ്ക്കുന്ന ആത്മീയ തകർച്ചയും എത്രമാത്രം ഗൗരവമേറിയതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വായനയുടെ കേന്ദ്രബിന്ദു. ദൈവം ഇരിക്കേണ്ട ഹൃദയസിംഹാസനത്തിൽ സ്വർണത്തെ, അതായത് ധനത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ മനുഷ്യൻ അറിയാതെ തന്നെ നീതിയുടെ പാതയിൽ നിന്നും വ്യതിചലിക്കുന്നു. കുന്നുകൂടുന്ന നിധിശേഖരത്തിന് കാവലിരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഹൃദയത്തിൻ്റെ സമാധാനമാണ്. അനീതിയുടെ കറപുരണ്ട നാണയങ്ങൾ നിത്യതയുടെ വഴിയിലെ കനലുകളാണ്. ഈ കനലുകളിൽ ചവിട്ടി കാൽ പൊള്ളിയവരും കനത്ത നഷ്ടം സംഭവിച്ചവരും പാതി വഴികളിൽ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. സമ്പത്തുണ്ടാകുന്നത് പാപമല്ല, എന്നാൽ സമ്പത്തിൽ കറ പുരളാതിരിക്കുക, അതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധി എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ മൂന്നാമത്തെ വായന. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിലൂടെ ഹൃദയ പരിവർത്തനത്തിനായി ഒരുങ്ങാൻ സഭ നമ്മെ ഒരുക്കുകയാണ്. ദ്രവ്യാഗ്രഹം എന്ന മാരക വിഷം ഹൃദയത്തിൽ പടരുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഹരിതഭാവങ്ങളെ കരിയിച്ചു കളയുന്നു. അങ്ങനെ ലൗകിക മോഹങ്ങളും ആത്മീയ സംതൃപ്തിയും ഇവ തമ്മിലുള്ള സംഘർഷത്തിൽ കാലിടറാതെ നിത്യതയെ ലക്ഷ്യമാക്കാൻ ഇന്നത്തെ ആദ്യത്തെ 3 വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ഈശോ ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജെറീക്കോ എന്നത് വെറുമൊരു പട്ടണമല്ല, യഹൂദ പാരമ്പര്യത്തിൽ അത് ശപിക്കപ്പെട്ട സ്ഥലമാണ്. ജോഷുവ ശപിച്ച ഇടമാണത്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ താഴെയുള്ള ഈ സ്ഥലം പാപത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഇടമെന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായി നിന്ന സ്ഥലമാണ് ജെറീക്കോ. ജെറീക്കോയിലെ മതിലുകൾ ഇസ്രായേൽ ജനതയുടെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള തീർത്ഥാടനത്തിൽ വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു. എന്നാൽ അവരുടെ നിരന്തരമായ പ്രാർത്ഥനയും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും മൂലം ജെറീക്കോയുടെ അതിശക്തമായ മതിലുകൾ തകർന്നു വീഴുന്നത് പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ സംഭവം ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ഇനിയും ആരും ഈ മതിലുകൾ പണിയാതിരിക്കുന്നതിനായി ഇത് പണിയുന്നവരെ ശപിക്കുന്ന ജോഷുവയെ 6-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. അന്നു മുതൽ ജെറീക്കോ ഇസ്രായേൽ ജനത്തിന് ശപിക്കപ്പെട്ട ഇടമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ യഹൂദർക്ക് താല്പര്യമില്ലാതിരുന്ന ഈ സ്ഥലത്ത് റോമൻ ചക്രവർത്തിമാർ തങ്ങളുടെ അധികാര സ്ഥിരാകേന്ദ്രം പണിതു. റോമക്കാർക്ക് വേണ്ടി കനത്ത നികുതി പിരിക്കുന്ന ചുങ്കക്കാരുടെ പ്രധാന കേന്ദ്രമായി ജെറീക്കോ മാറുകയാണ്. യഹൂദർ ജെറീക്കോയെ കണ്ടിരുന്നത് സാമ്പത്തിക ചൂഷണത്തിൻ്റെയും അഴിമതിയുടെയും കേന്ദ്രമായിട്ടാണ്. യഹൂദ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഹെറോദോസ് രാജാവ് തൻ്റെ മധ്യകാല കൊട്ടാരം പണിതതും അന്ത്യനാളുകളിൽ ചെലവഴിച്ചതും ജെറീക്കോയിലാണ്. തൻ്റെ മകനെയും പ്രമാണിമാരെയും കൊല്ലാൻ ഉത്തരവിട്ടതും ഇവിടെ വച്ച് തന്നെയാണ്. അതിനാൽ രാഷ്ട്രീയ ഗൂഢാലോചനകളുടെയും ക്രൂരതയുടെയും പ്രതീകമായിട്ട് ഈ നഗരം മാറി. അതുകൊണ്ട് സക്കേവൂസിൻ്റെ ഈ സംഭവത്തിൽ ഈശോ ജെറീക്കോയിലേക്ക് വരുന്നത് വെറുമൊരു സന്ദർശനമല്ല, രക്ഷയുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ജെറീക്കോയുടെ ശൈലികൾ തിരുത്താനാണ്. ജോഷുവ ശപിച്ച ജെറീക്കോ സക്കേവൂസിലൂടെ അനുഗ്രഹത്തിൻ്റെ സ്ഥലമായി മാറുന്നു. ഈശോ വിഭാവനം ചെയ്യുന്ന രക്ഷയുടെ വഴിയിൽ തകർക്കപ്പെടേണ്ട ചില മതിലുകളുടെ പ്രതീകമാണ് ജെറീക്കോ. സക്കേവൂസിൻ്റെ ജീവിതത്തിലെ
തകർന്ന ഇടങ്ങളിലേക്ക്, ശപിക്കപ്പെട്ടതെന്ന് കരുതി മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ട ഇടങ്ങളിലേക്ക് ഈശോ നടത്തുന്ന യാത്രയാണിത്. ജെറീക്കോ എന്ന ശപിക്കപ്പെട്ട നഗരം അങ്ങനെ സക്കേവൂസിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഇടമായി മാറി. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് ഈശോ സക്കേവൂസിനോട് പറയുമ്പോൾ, ജോഷുവായുടെ ശാപം വഴി ജെറീക്കോയ്ക്കുണ്ടായ അപമാനത്തിൻ്റെ അവസ്ഥയെ ഈശോ എടുത്തു മാറ്റുകയാണ്. ജെറീക്കോയിൽ ജീവിച്ച് ജെറീക്കോയുടെ ശൈലികൾ സ്വന്തമാക്കിയ സക്കേവൂസിൻ്റെ ജീവിതത്തിലെ മതിലുകൾ ഈശോ ഇവിടെ തകർക്കുകയാണ്. ജെറീക്കോയുടെ ദുഷ്ടതകൾക്ക് നടുവിൽ പണിയപ്പെട്ട മതിലുകൾക്കുള്ളിലെ തടവുകാരനായിരുന്നു സക്കേവൂസ്. തൻ്റെ പ്രൗഢിയുടെയും അധികാരത്തിൻ്റെയും അന്യായമായി സ്വരുക്കൂട്ടിയ സമ്പത്തിൻ്റെയും നടുവിൽ തളയ്ക്കപ്പെട്ടിരുന്ന സക്കേവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ച നിമിഷം മുതൽ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിലെയും മാനസാന്തരത്തിൻ്റെ തുടക്കമാണിത്. ഉള്ളിൽ ആഗ്രഹമുണ്ടാകുക. ആഗ്രഹം നമ്മുടെ മാനസാന്തരത്തിൻ്റെ തുടക്കമാണ്. ഈ ആഗ്രഹത്തിൽ നിന്നും ഒരു പടി കൂടി സക്കേവൂസ് ഉയർന്നപ്പോൾ ഈശോയെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി എന്ന് തിരുവചനത്തിൽ പറയുന്നു. സക്കേവൂസ് ഈശോയെ കാണാൻ ഓടി എന്നത് അവൻ്റെ പദവിക്ക് ചേർന്ന ഒന്നായിരുന്നില്ല. ജെറീക്കോയിലെ പ്രമാണി തെരുവിലൂടെ ഓടുന്നത് പരിഹാസ്യമായിരുന്നു. എന്നാൽ ദൈവത്തെ കണ്ടെത്താനുള്ള ദാഹം ലൗകികമായ മാനങ്ങളെക്കാൾ വലുതായപ്പോൾ സക്കേവൂസ് തൻ്റെ അഹംഭാവത്തെ തെരുവിൽ ഉപേക്ഷിക്കുന്നു. സമൂഹത്തിലെ നമ്മുടെ ചില പദവികളും സ്ഥാനമാനങ്ങളും അതിനോടുള്ള ഒടുങ്ങാത്ത ആഗ്രഹങ്ങളും ദൈവവഴികളിൽ നമ്മുടെ തടസ്സങ്ങളാണ്. ദൈവത്തോടടുക്കാൻ നമുക്ക് തടസ്സമായതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തെ കാണാനുള്ള നമ്മുടെ വഴികൾ തുറക്കപ്പെടുന്നത്. ഉയരം കുറവായിരുന്നതുകൊണ്ട് അവനൊരു സിക്കമൂർ മരത്തിൽ കയറി. നമ്മുടെ പരിമിതികളെ മറികടക്കാൻ നാം സ്വീകരിക്കുന്ന ആത്മീയ ഉപാധികളെയാണ് ഈ സിക്കമൂർ മരം സൂചിപ്പിക്കുന്നത്. തൻ്റെ പരിശ്രമം കൊണ്ട് ഈശോയെ കാണാൻ സക്കേവൂസ് സിക്കമൂർ മരത്തിൽ കയറിയപ്പോൾ തൻ്റെ ചുറ്റുമുള്ള പാപസാഹചര്യങ്ങളിൽ നിന്നും ഉയർന്നു നിന്നു. അവിടെ ഇരുന്ന് അവൻ ഈശോയെ കണ്ടു. ലൗകികതയുടെ തിരക്കുകളിൽ നിന്നും മാറി ദൈവത്തെ കാണാൻ ശ്രമിക്കുന്ന ധ്യാനാത്മകതയുടെ തലമാണിത്. നമുക്ക് ഈ നോമ്പുകാലം ഒരു ധ്യാനത്തിൻ്റെ കാലമാക്കാം. ഒരു സിക്കമൂർ മരം നമുക്കും കണ്ടെത്തണം. നമ്മുടെ ചുറ്റുമുള്ള പാപസാഹചര്യങ്ങളിൽ നിന്നും ഒന്ന് ഉയർന്ന് നിന്ന് ദൈവമഹത്വം കാണാൻ. ഈശോ വന്ന് അവനെ താഴെ ഇറക്കി. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്നുള്ള ഈശോയുടെ ഈ സ്നേഹത്തോടെയുള്ള ക്ഷണം ജെറീക്കോ മതിലിന് മുൻപിൽ മുഴക്കപ്പെട്ട ജോഷുവായുടെ കാഹളം പോലെ ശക്തമായിരുന്നു. ആ കാഹളത്തിൽ ജെറീക്കോയുടെ മതിലുകൾ തകർന്നതുപോലെ ഈശോയുടെ സ്നേഹത്തോടെയുള്ള വിളിയിൽ അവന് ചുറ്റും ഉയർന്നു നിന്ന ദുഷ്ടതയുടെ മതിൽക്കെട്ടുകൾ പൊളിഞ്ഞു വീണു. ജെറീക്കോയുടെ മതിലുകൾ മനുഷ്യൻ്റെ ഗർവിൻ്റെ അടയാളമായിരുന്നുവെങ്കിൽ സക്കേവൂസിൻ്റെ ഇറങ്ങിവരവ് ആ മതിലുകളുടെ തകർച്ചയായിരുന്നു. കല്ലിൻ്റെ മതിലുകൾ തകർന്നു വീണതുപോലെ അവൻ്റെ ഉള്ളിലെ വഞ്ചനയുടെയും അത്യാഗ്രഹത്തിൻ്റെയും മതിലുകൾ തകർന്നു വീണു. അവൻ സ്വതന്ത്രനായി. അവൻ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. സ്നേഹിക്കപ്പെടുന്നവൻ്റെ അനുഭവം സ്വന്തമാക്കാൻ തുടങ്ങി. തൻ്റെ പകുതി സ്വത്ത് നൽകാനും 4 ഇരട്ടി മടക്കി നൽകുവാനുമുള്ള സക്കേവൂസിൻ്റെ തീരുമാനം മാനസാന്തരത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ദുഷ്ടതയുടെയും വഞ്ചനയുടെയും മതിൽക്കെട്ടുകൾ തകർന്നപ്പോൾ പരസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അരുവികൾ ഒഴുകി. സമ്പാദ്യത്തിൽ നിന്ന് ലഭിക്കാത്ത ആനന്ദം പങ്കുവയ്ക്കലിൽ ഉണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കുന്നുകൂടിയ നിധിശേഖരത്തിന് കാവലിരുന്നപ്പോൾ കിട്ടാത്ത സന്തോഷവും ആനന്ദവും പങ്കുവയ്ക്കലിൽ നിന്നും ലഭിക്കുമെന്ന് സക്കേവൂസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ മാനസാന്തരം ഒരു ഇറങ്ങി വരവാണ്. നമ്മുടെ അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്കും പിടിച്ചുവയ്ക്കലിൽ നിന്ന് വിട്ടുകൊടുക്കലിലേക്കുമുള്ള ഇറങ്ങിവരവ്. അബ്രാഹാം സ്നേഹത്തിനായി ഭൂമി വിട്ടുകൊടുത്തു. പൗലോസ്ലീഹ ഭക്തിയും സംതൃപ്തിയുമാണ് ലാഭമെന്ന് പഠിപ്പിച്ചു. സക്കേവൂസ് ഇവയെല്ലാം തൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിച്ചു. ഈ നോമ്പുകാലം ഒരു തിരിച്ചറിവിൻ്റെ കാലമാകട്ടെ. ഇത് കേവലം ഭക്ഷണം ഉപേക്ഷിക്കാനുള്ള ദിനങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതയുടെ മതിലുകൾ തകർത്തെറിയേണ്ട നിമിഷങ്ങളാണ്. കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കനകത്തേക്കാൾ കൈനീട്ടി നിൽക്കുന്നവന് നൽകുന്ന കരുണയ്ക്ക് തിളക്കമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. വെട്ടിപ്പിടിക്കലുകളുടെ ലോകത്തു നിന്നും പങ്കുവയ്ക്കലിൻ്റെ സ്വർഗത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു നടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.